ഹലോ, വെൽക്കം ബാക്ക് ടു ഹാൻഡ്മേഡ് ബൈ ഹസ്ന. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോണത് ഈ കുഞ്ഞ് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, ഈ ഫ്ലവേഴ്സ് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതാണ്. ഈ ലീഫും കാണിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കുറച്ച് വലിയ ലീഫായിട്ടാണ് നമ്മൾ ചെയ്യുക. ഇത് ഈ ഉടുപ്പിനകത്ത് ഈ ലീഫിനൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ കാണാം. അപ്പം ഫോൾഡ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ മുഴുവനായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ക്യൂട്ട് ഫ്ലവറും ലീഫും എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രോക്കിലും ഹെയർ ബാൻഡിലും ബൂട്ടീസിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. നമുക്കിനി വീഡിയോയിലോട്ടേക്ക് കിടക്കാം. ഫ്ലവറിന് വേണ്ടി ഞാൻ ഈ ഒരു ലൈറ്റ് ഓറഞ്ച് കളറിലുള്ള യാണും ലീഫിന് വേണ്ടി ഒരു ഗ്രീൻ യാണുമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓറഞ്ച് കളറിൽ ഫ്ലവറിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു കോട്ടൺ യാണാണ്. ഇത് നാക്കോ സാറ്റിൻ യാണാണ്. നമുക്കിഷ്ടമുള്ള യാൺ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഹുക്ക് ഞാൻ എടുത്തിട്ടുള്ള 2.5 mm ക്രോഷ്യ ഹുക്കാണ്. അപ്പോൾ ഹുക്കും നമുക്ക് എത്ര സൈസിലുള്ള ഫ്ലവർ വേണോ അതിനനുസരിച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ കുഞ്ഞ് ഫ്ലവർ ഉണ്ടാക്കാൻ പോകണം, അതുകൊണ്ടാണ് 2.5 mm എടുത്തിട്ടുള്ളത്. വലിയ ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ ഹുക്ക് സൈസ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഫ്ലവർ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ബേസിക് സ്റ്റിച്ചസ് ഒട്ടും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു ബേസിക് സ്റ്റിച്ചസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാൻ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇപ്പം ഇനി നമുക്ക് ഫ്ലവർ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പം ആദ്യമേ തന്നെ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സ്ലിപ്പ് നോട്ട് നമുക്ക് പലതരത്തിൽ ചെയ്യാം. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ 2 വിരൽ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഇത് യാണിൻ്റെ അറ്റാണ്. നമ്മളുടെ ഈ ഒരു യാണിനെ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക, പിന്നെ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഇത് ആദ്യം ചുറ്റിയാണ്, ഇത് രണ്ടാമത് ചുറ്റിയാണ്. ആദ്യം ചുറ്റിയ യാണിൻ്റെ താഴെ കൂടെ ഹുക്കൊന്ന് കടത്തിയിട്ട് രണ്ടാമത് ചുറ്റിയ യാണെന്നൊരു ലൂപ്പ് ഇതേമാതിരി ഒന്ന് വലിച്ചെടുക്കണം. എന്നിട്ട് ഇതേ ഇവിടെ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. ഇനി ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാനുള്ളത്. അപ്പം 10 ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഹുക്കും യാണും ഇങ്ങനെ പാരലായിട്ട് പിടിക്കുക. എന്നിട്ട് ഹുക്കിനെ ഈ ഭാഗത്തോട്ട് കൊണ്ടുവന്നിട്ട് യാണെന്ന് ഇവിടുന്ന് ഒരു ലൂപ്പ് ഈ ഹുക്കിന് മുകളിൽ ഓൾറെഡി ഉള്ള ഈ ലൂപ്പിൽ ഇതിനുള്ളിലൂടെ ഒന്ന് വലിച്ചെടുക്കുക. ഇതാണ് ചെയിൻ സ്റ്റിച്ച്. ഇതേമാതിരി ടോട്ടൽ 10 ചെയിൻസ് നമുക്ക് ചെയ്യണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു ചെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി 9 ചെയിൻസും കൂടെ ചെയ്യാം. ഫസ്റ്റ് ചെയിൻ 2 3 4 5 6 7 8 9 10 10 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഹുക്കിൽ നിന്നും രണ്ടാമത്തെ ചെയിൻ സ്റ്റിച്ചിലേക്ക്, ഹുക്കിൽ നിന്നും രണ്ടാമത്തെ ചെയിൻ എന്ന് പറയുമ്പം ഇത് ആദ്യത്തെ ചെയിനാണ്, ഇതാണ് രണ്ടാമത്തെ ചെയിൻ. ഈ ചെയിനിലേക്ക് നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ സിംഗിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഹുക്കിനെ ഈ രണ്ടാമത്തെ ചെയിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇങ്ങനെ കടത്തി കൊടുക്കുക. എന്നിട്ട് ഇതിന്ന് ഒരു ലൂപ്പ് വലിക്കുക. ഇപ്പോൾ ഹുക്കിന് മുകളിൽ 2 ലൂപ്സ് ഉണ്ട്, 1 2. ഈ 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ ഒരുമിച്ച് ഒരു ലൂപ്പ് ഇവിടെ നിന്ന് എടുത്ത് വലിക്കുക. ഇതാണ് സിംഗിൾ ക്രോഷ്യ. ഇതേമാതിരി ഇനി നെക്സ്റ്റ് 2 സ്റ്റിച്ചസിലേക്കും കൂടെ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റിച്ച് എന്ന് പറയുമ്പം ഇതാണ്, ഇതിലേക്കും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റ് ഇതാണ്, ഈ ഒരു സ്റ്റിച്ചാണ്, ഇതിലേക്കും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ആദ്യത്തെ 3 ചെയിനിലേക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം. ഇനി നെക്സ്റ്റ് 3 ചെയിൻസിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. അപ്പം ഇതാണ് നമ്മളിനി നെക്സ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി പോണ ചെയിന്. ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഹുക്ക് കൊണ്ട് യാണിങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഹുക്ക് ഈ ചെയിനിലോട്ടൊന്ന് കടത്തി കൊടുത്തതിന് ശേഷം ഒരു ലൂപ്പ് വലിക്കുക. അപ്പോൾ ഹുക്കിന് മുകളിൽ 3 ലൂപ്സ് ഉണ്ട്. ഈ 3 ലൂപ്സിലൂടെയും ഒരുമിച്ച് ഒരു ലൂപ്പ് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ വലിക്കണം. ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ സെയിം ചെയിനിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. സെയിം ചെയിനിലോട്ട് 1 more ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് പോവാണ്. സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ.
ഇതേമാതിരി നെക്സ്റ്റ് 2 ചെയിൻസിലും കൂടെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. നെക്സ്റ്റ് ചെയിനിൽ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി നെക്സ്റ്റ് ചെയിനിൽ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ, ഇനി സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി 3 ചെയിൻസും കൂടെ ബാക്കിയുണ്ട്. ഫസ്റ്റ് ചെയിൻ, സെക്കൻഡ് ചെയിൻ, തേർഡ് ചെയിൻ. ഈ 3 ചെയിൻ സ്റ്റിച്ചിലും 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. അപ്പോൾ ഡബിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മളിതേ ഹുക്കിനെ യാണിലൊന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ചെയിനിലേക്ക് ഹുക്ക് കടത്തി ഒരു ലൂപ്പ് വലിച്ചെടുക്കുക. ഇപ്പോൾ ഇതേ ഹുക്കിന് മുകളിൽ 3 ലൂപ്സ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ 2 ലൂപ്പിനുള്ളിലൂടെ ഒരു ലൂപ്പ് വലിക്കുക. ഇപ്പോൾ 2 ലൂപ്സും കൂടെ ഉണ്ട്. ഈ 2 ലൂപ്സിലൂടെയും കൂടെ ഒരു ലൂപ്പും കൂടെ ഇങ്ങനെ വലിച്ചെടുക്കുക. ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ റെഡി ആയിട്ടുണ്ട്. ഇതേമാതിരി ഇനി 2 ഹാഫ് ഡബിൾ ക്രോഷ്യം കൂടെ ഈ സെയിം സ്റ്റിച്ചിലോട്ട് ചെയ്യണം. അതായത് ഓരോ ചെയിനിലും 3 ഹാഫ് ഡബിൾ ക്രോഷ്യ വീതമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ, തേർഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ, തേർഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഈ ലാസ്റ്റ് ചെയിനിൽ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ, second half double crochet, third half double crochet. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ യാൺ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിതേ ഇതിപ്പോൾ ഇങ്ങനെയാണല്ലോ ഉള്ളത്. ഈ യാണിനെ ഒന്ന് ഈ ലൂപ്പിനുള്ളിലൂടെ ഇങ്ങനെ ഒന്ന് കൊണ്ടുവരാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ, ഈ ചെറിയ ഭാഗം, ഇതിനെ നമ്മളിങ്ങനെ ഒന്ന് ചുരുട്ടി ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഇതൊരു കുഞ്ഞ് റോസ് ഫ്ലവറാണ്. ഇത് മെയിൻലി നമുക്ക് പ്രോപ്പർ റോസ് ഫ്ലവറിൻ്റെ ഷേപ്പിൽ വലിയ റോസ് ഫ്ലവറൊക്കെ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഉപയോഗിക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ഫ്ലവേഴ്സ് കുറേ എണ്ണമൊക്കെ ചെയ്തിട്ട് ഹെയർ ബോയിലും ബൂട്ടീസിലും പിന്നെ ഫ്രോക്കിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുഞ്ഞ് ഫ്ലവേഴ്സ് ഉപയോഗിക്കുന്നത്. ഇനി വലിയ റോസിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതേ നമ്മളൊരു ടാപ്പസ്ട്രി നീഡിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊന്നിങ്ങനെ തുന്നി കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ടാപ്പസ്ട്രി നീഡിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഹുക്ക് കൊണ്ട് തന്നെ ജസ്റ്റ് ഇതേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ വലിച്ചെടുത്തിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയലാണ്. അതായത് ആദ്യത്തെ 3 സ്റ്റിച്ചിലേക്കും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തു. പിന്നത്തെ 3 സ്റ്റിച്ചിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു. പിന്നത്തെ 3 സ്റ്റിച്ചിൽ 3 ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു. നമുക്കിങ്ങനെ ഇതിനൊന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ചെയ്യാനായിട്ട് പോണത് ഇതേമാതിരി തന്നെ കുഞ്ഞ് ലീഫാണ്. വലിയ രീതിയിലൊക്കെ നമുക്ക് ലീഫ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ബേസിക് ആയിട്ടുള്ള, അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ ഒരു കുഞ്ഞ് ഫ്ലവറിന് പറ്റിയ രീതിയിലുള്ള കുഞ്ഞ് ഇതാണ് ചെയ്യാനായിട്ട് പോണത്, കുഞ്ഞ് ലീഫ്. അപ്പം നേരത്തെ ചെയ്ത മാതിരി തന്നെ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടാം. ഇനി ചെയിൻ 10 ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഇതേ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച്
ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഫ്ലവറിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടില്ലായിരുന്നു, സിംഗിൾ ക്രോഷിയാണ് നേരെ ചെയ്തത്. ലീഫിൽ ചെയ്യുമ്പോൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ഫസ്റ്റ് ഇടുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുമ്പം ഹുക്കിനെ നമ്മളിത് ഈ സെക്കൻഡ് ഹുക്കിൽ നിന്ന് രണ്ടാമത്തെ ചെയിനിലേക്ക് ഹുക്ക് കടത്തി കൊടുക്കുക. എന്നിട്ട് ഇതേ ഇവിടുന്ന് ഒരു ലൂപ്പ് ഇങ്ങനെ വലിച്ചിട്ട് ഓൾറെഡി ക്രോഷിയ ഹുക്കിന് മുകളിലുള്ള ലൂപ്പിനുള്ളിൽ കൂടെ വലിച്ചെടുക്കുക. അതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുമ്പം. ഇനി നെക്സ്റ്റ് 2 ചെയിനിലേക്കും ഓരോ സിംഗിൾ ക്രോഷിയ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് സ്റ്റിച്ച്. അതിലേക്ക് ഒരു ഫസ്റ്റ് സിംഗിൾ ക്രോഷിയ, നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷിയും കൂടെ ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് 2 ചെയിനിലേക്കും ഒരു ഹാഫ് ഡബിൾ ക്രോഷിയ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷിയ, സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷിയ. ഇനി നെക്സ്റ്റ് 3 ചെയിനിലേക്ക് ഓരോ ഡബിൾ ക്രോഷിയ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഡബിൾ ക്രോഷിയ, സെക്കൻഡ് ഡബിൾ ക്രോഷിയ, തേർഡ് ഡബിൾ ക്രോഷിയ. ഇനി അടുത്ത ലാസ്റ്റ് ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷിയ ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫ്ലവർ, ഈ ഒരു ലീഫ് എന്ന് പറഞ്ഞാൽ. ഇനി ഇത് നമുക്ക് കൂടുതൽ എണ്ണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഞാൻ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ 2 ലീഫ് ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇവിടുന്ന് തന്നെ ഇനി ഞാൻ എഗെയിൻ 10 ചെയിൻസ് ഇടും. അതായത് ഒന്ന് കാണിച്ചു തരാം. 1 2 3 4 5 6 7 8 9 10. നേരത്തെ ചെയ്ത മാതിരി തന്നെ. എന്നിട്ട് നമ്മൾ ക്രോഷിയ ഹുക്കിന്ന് രണ്ടാമത്തെ ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇത് നേരത്തെ ലീഫ് എങ്ങനെയാണോ ചെയ്തത് അതേ രീതിയിൽ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഞാൻ കട്ട് ചെയ്തില്ല, എവിടെ നിന്നാണോ ലീഫ് എൻഡ് ചെയ്തത് അവിടെ നിന്ന് ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷിയ, സെയിം മെത്തേഡ് തന്നെ കേട്ടോ, നേരത്തെ ചെയ്ത ആ ഒരു സെയിം മെത്തേഡ് തന്നെ. ഇതുണ്ടോ, ഇപ്പോൾ 2 ലീവ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനിയും കൂടുതൽ ലീഫ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ 10 ചെയിൻ സ്റ്റിച്ച് ഇടാം. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എത്ര ലീഫ് വേണോ അത്രയും ലീഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, യാൺ കട്ട് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ട്യൂട്ടോറിയലാണ്. ഇത് ചെയ്തിട്ട് നമുക്ക് ഫ്രോക്കിലും ഹെയർ ബാൻഡിലും ബൂട്ടീസിലും ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനത് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഉടുപ്പ് കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ ഒരു ഉടുപ്പിൽ ചെയ്തിട്ടുള്ളത് ഈ ഫ്ലവേഴ്സാണ്. ഞാനതിൻ്റെ ലീഫ് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ട്യൂട്ടോറിയൽ നമ്മളുടെ ചാനലിൽ വരുന്നത് ഈ ഒരു ഉടുപ്പിൻ്റെയാണ് കേട്ടോ. അപ്പം മറക്കാതെ വീഡിയോ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.